തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിനടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടാണ്. എന്ത് സ്ഥലത്തിന്റെ പേരെന്താ? ഇപ്പൊ ചിന്നാലപ്പെട്ടി, അതായത് ദിണ്ടിഗലിൽ നിന്ന് മധുര പോണ വഴിക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് മുന്തിരി തോട്ടങ്ങൾ കാണാൻ പറ്റും. മുന്തിരി ഹെക്ടർ കണക്കിന് മുന്തിരി തോട്ടങ്ങൾ മാത്രം. മുന്തിരി നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാനും പറിച്ച് കഴിക്കാനൊക്കെ പറ്റും. മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പോകാനായിട്ട് നമ്മൾ പലരും ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ കമ്പം തേനി ഭാഗത്തേക്ക് ആയിരിക്കും. എന്നാൽ അതിനും അടിപൊളിയായിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ വന്ന് കാണാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ആളും ബഹളമൊന്നും ഇല്ലാതെ മുന്തിരിത്തോട്ടങ്ങളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പല മുന്തിരിത്തോട്ടങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ മുന്തിരി ഒന്ന് പറിക്കാൻ പോയിട്ട് തൊടാൻ പോലും പറ്റില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ തന്നെ നമ്മളോട് മുന്തിരി പറിച്ചോളാനാണ് പറഞ്ഞത്. അത് മാത്രമല്ല അവിടെ നിന്ന് കിലോ കണക്കിന് നമുക്ക് തരുകയും ചെയ്തു. പക്ഷെ വെറുതെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും പോരുത്. പൈസ കൊടുത്ത് നമുക്ക് ഇഷ്ടം പോലെ അവിടെ നിന്ന് ഫ്രഷ് മുന്തിരി വാങ്ങിക്കാൻ പറ്റും. നമുക്ക് നാട്ടിൽ കിട്ടുന്ന മുന്തിരിയൊക്കെയും ഫ്രഷ് ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് കൊലയിൽ തന്നെ പറിച്ച് കഴിക്കുമ്പോൾ. പിന്നെ നിങ്ങൾ ഫോട്ടോഷൂട്ടിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും അടിപൊളി സ്പോട്ടുകളുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ വന്ന് അങ്ങനെ മുന്തിരിയൊക്കെ പറിക്കാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഇങ്ങനെ സമ്മതിക്കാറേ ഇല്ല നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ. പക്ഷെ ഇവിടെ വരുമ്പോ ഇതൊന്നും കുഴപ്പമില്ല. ഇവരായിട്ട് നല്ലോണം നിൽക്കുക, നല്ലോണം സംസാരിക്കുക. പിന്നെ അവര് പറയണ പോലെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അവരെ നമുക്ക് ഭാര്യ പോയി തരും ചെയ്യും. ഇപ്പൊ ഒരു ഫുള്ള് കൊല നമുക്ക് പറിച്ചോളാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവര് ഒരു 3-4 കിലോ ആണ് നമുക്ക് പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ട്. മധുരയ്ക്കടുത്ത് ഡിണ്ടിഗൽ ജില്ലയിൽ ചിന്നാലപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കേട്ടോ ഇതുപോലെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുള്ളത്. അപ്പൊ ഇനി നിങ്ങൾ കമ്പം തേനിയൊക്കെ പോകുന്നതിന് പകരം ഒരു വട്ടെങ്കിലും ഇവിടെ ഒന്ന് വന്ന് നോക്കിയോളൂ. അത്രയും അടിപൊളി സ്പോട്ടാണ്. തമിഴ്നാട്ടിലെ കാഴ്ചകൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. അക്കൗണ്ട് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട. ഇതിലും പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.